أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫിൻ്റെ 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആതൂനി സുബറൽ ഹദീദി ഹത്താ ഇദാ സാവാ ബൈന സ്വദഫൈനി ഖാല ഫുഖൂ. ആതൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുതരൂ. സുബറൽ ഹദീദി, ഇരുമ്പിൻ്റെ കട്ടികൾ, ഇരുമ്പ് കട്ടികൾ നിങ്ങൾ എനിക്ക് കൊണ്ടുവരൂ. ഹത്താ ഇദാ സാവ, അങ്ങനെ അത് സമമായി വന്നപ്പോൾ, ബൈന സ്വദഫൈനി, 2 പർവ്വതങ്ങളുടെ ഇട, 2 പർവ്വതങ്ങൾക്കും ഇടയിൽ അവ സമമായി വന്നപ്പോൾ, ഖാല, ദുൽഖർനൈനി പറഞ്ഞു, ഉംഫുഖു, നിങ്ങൾ കാറ്റ് ഊതുക, നിങ്ങൾ ഊതുക. ഹത്താ ഇദാ ജഅലഹു നാറ, അങ്ങനെ അത് അദ്ദേഹം പഴുപ്പിച്ച് തീക്കനൽ പോലെയാക്കി മാറ്റി. ഹത്താ ഇദാ ജഅലഹു നാറൻ, അദ്ദേഹം അതിനെ തീയാക്കി, അഥവാ അതിനെ ചുട്ടുപഴുത്ത തീക്കനൽ ആക്കി മാറ്റി. ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആതൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുതരൂ. ഉഫ്രിഖ അലൈഹി, ഞാൻ അതിന്മേൽ ഒഴിക്കട്ടെ. ഖിത്ര, ചൂടാക്കിയ ഉരുക്കിയ ഇരുമ്പ്, ചൂടാക്കിയ ഉരുക്കിയ ചെമ്പ്, ഉരുക്കിയ ചെമ്പ് കൊണ്ടുവരൂ, ഞാൻ അതിന്മേൽ ഒഴിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഫമസ്താഉ അൻ യദ്ഹറൂഹു, അവർക്കത് കീഴടക്കാൻ സാധിച്ചില്ല, അവർക്ക് അത് കയറി മറിയാൻ സാധിച്ചില്ല. വമസ്തതാഉ, അവർക്ക് സാധിച്ചില്ല, ലഹു നഖബ, അതിന്മേൽ ഒരു ദ്വാരമിടാൻ പോലും, അത് കയറി മറിയാനോ അതുപോലെ തന്നെ അതില്ലായ്മ ചെയ്യാനോ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അതിലൊരു ദ്വാരമിടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഖാല, അപ്പോൾ ദുൽഖർനൈനി പറഞ്ഞു, ഹാദാ റഹ്മത്തു മിർ റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണ്. ഹാദാ റഹ്മത്തു മിർ റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണ്. ഫൈദാ ജാഅ വഅദു റബ്ബി, ഇനി എൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പന വന്നാൽ, അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ വാഗ്ദത്ത സന്ദർഭമെത്തിയാൽ, ജഅലഹു, അവനതിനെ ആക്കും, ദക്ക, അത് നിരപ്പാക്കി കളയും. വക്കാന വഅദു റബ്ബി ഹഖ,
എൻ്റെ രക്ഷിതാവിൻ്റെ വാഗ്ദത്തം സത്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദത്ത സമയമെത്തിയാൽ ഇതവൻ പൊടിച്ച് നിരപ്പാക്കി കളയും. വക്കാന വഅദു റബ്ബി ഹഖ, എൻ്റെ രക്ഷിതാവിൻ്റെ വാഗ്ദത്തം സത്യമാണ്. വതറക്ന, നാം ഉപേക്ഷിച്ചു, ബഅദഹും, അവരിൽ ചിലരെ, ആ യൗജൂജ് മൗജൂദിൽപ്പെട്ട ചിലരെ നാം ഉപേക്ഷിച്ചു, അവശേഷിപ്പിച്ചു. യൗമൈദിൻ, അന്നത്തെ ദിവസം. യമൂജ് ഫി ബഅദിൻ, മറ്റു ചിലരെ മേലിൽ തിരമാല പോലെ അവ അടിച്ചു കയറാൻ വേണ്ടിയിട്ട്. യമൂജു ഫി ബഅദിൻ, മറ്റു ചിലരിൽ അവർ തിരമാലകൾ പോലെ തള്ളിക്കയറാൻ വേണ്ടിയിട്ട്. വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും. ഫജമഅനാഹും ജംഅ, അപ്പോൾ അവരെല്ലാവരും തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. ദുൽഖർനൈനി, യൗജൂജ് മൗജൂജിൻ്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിലെത്തിയപ്പോൾ അവർ യൗജൂജ് മൗജൂദിനും ഈ നാട്ടുകാർക്കും ഇടയിൽ ഒരു മതിൽ കെട്ടിത്തരാൻ വേണ്ടിയിട്ട്, ഉറച്ച ഒരു കവചം കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് കപ്പം കൊടുക്കാമെന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കപ്പമൊന്നും വേണ്ട, എൻ്റെ റബ്ബ് നിങ്ങൾ എനിക്ക് തന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. നിങ്ങൾ ശാരീരിക ശക്തി കൊണ്ട് എന്നെ സഹായിക്കണം. അങ്ങനെ അവർ ആ പണി ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നു, ആത്തൂനി സുബർ അൽ ഹദീസ്, ഇരുമ്പിൻ്റെ വലിയ കട്ടകൾ, ഇരുമ്പൻ കട്ടികൾ എടുത്തുകൊണ്ടുവരും എന്ന് പറഞ്ഞു. അങ്ങനെ ഹത്തായിദ സാവ ബൈന സ്വദഫൈൻ, രണ്ട് മതിലുകൾക്കിടയിലുള്ള ആ ഇട അത് സമമാകുവോളം ആ ഇരുമ്പിൻ്റെ കട്ട അങ്ങനെ വെച്ച് പിടിപ്പിച്ചു. അഥവാ ആ സ്ഥലം അദ്ദേഹം ശരിക്ക് കെട്ടിപ്പൊക്കി ഈ ഇരുമ്പ് കട്ടികൾ കൊണ്ട്. എന്നിട്ട് പിന്നീട് അദ്ദേഹം ഹത്തായിദ ജാലഹു നാറ, അങ്ങനെ അദ്ദേഹം അത് പഴുപ്പിച്ചു. അത് തീ കൊണ്ട് ആ ഇരുമ്പ് കട്ടികൾ പഴുപ്പിച്ച് തീക്കനലാണ് എന്ന് തോന്നുന്ന പോലത്തുള്ള ശരിക്ക് തീ പോലെ തന്നെ അതാക്കി മാറ്റി. അഥവാ അതൊക്കെ വിളക്കി ചേർക്കേണ്ടതൊക്കെ മുറ പോലെ വിളക്കി ചേർത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആത്തൂനി ഉഫ്രിഖ അലി ഖിത്ര, നിങ്ങൾ കൊണ്ടുവരൂ ചെമ്പ് ഉരുക്കിയത്, അത് അതിൻ്റെ മുകളിൽ ഒഴിക്കട്ടെ. അങ്ങനെ ആ രണ്ട് മലകൾക്കിടയിലായിട്ട് അദ്ദേഹം ഇരുമ്പിൻ്റെ കട്ടകൾ, ആ ഇരുമ്പിൻ കട്ടകൾ കൊണ്ടുവന്നിട്ട് തീ കൊണ്ട് ചുട്ട് പഴുപ്പിച്ച് അങ്ങനെ തീ പോലെ ആക്കിയതിന് ശേഷം ചെമ്പുരുക്കി അതിന് മുകളിലൂടെ ഒഴിച്ച് അങ്ങനെ അദ്ദേഹം പണി പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. ആ യൗജൂജ് മൗജൂജിന് ഒരു പക്ഷേ യൗജൂജിനും മൗജൂജിനും അല്ലെങ്കിൽ ആ വിഭാഗത്തിന് അവിടെ കയറി മറിയാനൊന്നും പറ്റിയില്ല. അവർക്ക് ഇവർ അതിലൂടെ വന്ന് കീഴടക്കാനും പറ്റിയില്ല. അതിൽ ദ്വാരമിടാൻ പോലും അവർക്ക് പറ്റിയില്ല. കാരണം അത്രമാത്രം ഉയരമുള്ള, മിനുസമുള്ള, അതുപോലെ തന്നെ അത്രത്തോളം കടുപ്പമുള്ള ഒരു മതിലിക്കെട്ടായിരുന്നു അദ്ദേഹം അവർക്ക് വേണ്ടി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തീർത്തു കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ഖാല ഹാദാ റഹ്മത്തു മിർ റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടാണ്, എൻ്റെ കഴിവൊന്നുമല്ല, ദുൽഖർനൈനിയുടെ കഴിവ് എന്നൊന്നും ഇതിനെ പറ്റിയിട്ട് പറയണ്ട, ഇത് റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടുണ്ടാക്കിയതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫൈദ ജാ വഅദു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ വാഗ്ദത്ത സമയം വന്നാൽ,
ജാലഹു ദക്ക, അവനത് പൊടി പൊട്ടിച്ചിട്ട് അവരവസ്ഥയിലാക്കിയിട്ട് മാറ്റും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കണ്ടാണ് ഞാനത് പൂർത്തിയാക്കിയത്. ഇനി എൻ്റെ നാഥൻ്റെ സമയമെത്തിയാൽ, നിശ്ചിതമായ സമയം എത്തിയാൽ, അത് അന്ത്യനാളാണ് എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ളത്. അത് വന്നാൽ അവരത് തകർത്ത് ഭൂമിയിൽ നിലം പരിശാക്കുക തന്നെ ചെയ്യും. ജാലഹു ദക്ക വക്കാന വഅദു റബ്ബി ഹക്ക, എൻ്റെ നാഥൻ്റെ വാഗ്ദത്തം അത് സത്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തു എന്നർത്ഥം. വതറക്ന ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദ്, അങ്ങനെ അവരിൽ ചിലരെ അന്നത്തെ ദിവസം യമൂജ് ഫീ ബഅദിൻ, മറ്റ് ചിലരിൽ തിരമാല കണക്കെ ചാടിക്കയറിയാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇത് യജൂജിൻ്റെയും മൗജൂജിൻ്റെയും ഒക്കെ കൂട്ടത്തിൽപ്പെട്ട ചിലരാണ് എന്നാണ് പറയപ്പെടുന്നത്. അവർ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയമായാൽ അവരത് പുറത്തേക്ക് വരും. തിരമാലകൾ പോലെ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് തിരക്കി പ്രവേശിക്കും. തുടർന്ന് അവർ കടൽ ജലം കുടിക്കും, മൃഗങ്ങളെ വേട്ടയാടും, മനുഷ്യരെ തിന്നും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രവർത്തിക്കുന്നതാണ്. അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക ജീവജാലങ്ങളെ കൊണ്ടുവരുമെന്നും അവ അവരുടെ ചെവിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുമെന്നുമൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. അപ്പോൾ ഇതുകൂടി ചേർത്ത് വായിച്ചിട്ട്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരിൽ ചിലരെ ഇവിടെ ആ ഭീഷണി സ്വരത്തിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. അവർ സമയമാകുമ്പം ആ പണി ചെയ്യും എന്ന് തന്നെയാണ് ഇതിലെ സൂചന. വനുഫിഖ ഫിസ്സൂരി, പിന്നെ കാഹളത്തിൽ ഊതപ്പെടും, അഥവാ ലോകാവസാനം ഉണ്ടാകും. ആ സമയത്ത് എല്ലാം തന്നെ ഫജമഅനാഹും ജംഅ, എല്ലാ ആളുകളെയും എല്ലാ വിഭാഗത്തെയും നാം അവിടെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യും. അപ്പോൾ ലോകാവസാനത്തിൻ്റെ ഏകദേശം അടുത്ത സന്ദർഭത്തിൽ ഈ യജൂജ് മൗജൂദിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ വിളയാട്ടം വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതിലേക്കാണ് വിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നത്. ഏതായാലും ലോകം അവസാനിക്കുമ്പോൾ ഇവരെല്ലാവരെയും അള്ളാഹു ഹാജരാക്കുമെന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ വിഷമസന്ധിയിൽ നിന്നും നമ്മളെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.